പടം സൂപ്പർ പടം. ആ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം. നല്ലൊരു ലവ് സ്റ്റോറിയാണ്. കാരണം ഷൈനോക സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു മതപരമായിട്ടുള്ള ഒരു നല്ല രീതിയിൽ അവർ ലവ് സ്റ്റോറിയിൽ അത് ഇങ്ങനെ ജാതിയുടെ ഒരു ഇതും കാണിക്കാതെ നല്ല രീതിയിൽ, പക്ഷേ അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയൊരു പടമായിട്ടാണ് തോന്നുന്നത്. പക്ക പെർഫോമൻസ് ആണ്, രക്ഷയില്ല. എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും വരാൻ പറ്റും. സൂപ്പർ പടമാണ്, ഉറപ്പായിട്ട് ഇഷ്ടം. പടം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് അഭിനയ തികച്ചും എല്ലാം കൊള്ളാം. സൂപ്പറായിട്ട് കാണാം, കപ്പിൾസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സൂപ്പറായി ഫാമിലി എല്ലാവർക്കും വരും. ഡാൻസ് ഒക്കെ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഒരു മെയിനായിട്ടൊരു ലവ് ജിഹാദിനെ സംബന്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ലെവലിലാണ് ഈ പടം അറിഞ്ഞിരിക്കുന്നത്. ഷെയിൻ്റെ എല്ലാവിധ ഇത് നോക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സംതൃപ്തി കിട്ടുന്നില്ല പടത്തിൽ. അതാണ് മെയിൻ വിഷയം. അതായത് ഈ സിനിമ നമ്മൾ പറയാമെന്ന് വെച്ചാൽ കൂടുതൽ ഇവർ പറയുന്നത് വെച്ചാൽ മതത്തെ പറ്റിയാണ്. ഇന്നത്തെ കാലത്ത് ഈ മതത്തെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അതിനെ തന്നെ നമ്മൾ വീണ്ടും അതിനെ ആൾക്കാരെ ബോധവൽക്കരണം ചെയ്യാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പടം കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച്. പിന്നെ ഷെയിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പൊളിയാണ്. പക്ഷേ പടത്തിലൊരു, ഞാൻ പറഞ്ഞില്ലേ, പടത്തിൽ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് അത് ഈ ലവ് ജിഹാദിനെ പറ്റി ആയതുകൊണ്ട് നമുക്ക് സംതൃപ്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതെല്ലാം കണ്ട് ഈ മതത്തിനെ പറ്റി അതിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതൊക്കെ ഭയങ്കരമായ ലെവലിലായതുകൊണ്ട് നമുക്ക് കണ്ട് മറന്ന സ്ഥിരം ക്രിഞ്ച് പരിപാടിയാണ്, വേറെ ഒന്നുമില്ല. ലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെങ്കിലും അതിനെ വേറെ രീതിയിലൊക്കെ ആക്കി ഒരു ക്രിഞ്ച് ടൈപ്പ് ഫെസ്റ്റിവൽ, വേറെ ഒന്നുമില്ല.